ഹലോ KnOckOuTer ചാനൽ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരും സ്വന്തം കേസ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ V3 ആക്സിഡൻ്റ് ഏകദേശം ഒരു 10 മാസം ഒരു വർഷത്തിനകത്തായി നമ്മുടെ V3 ആക്സിഡൻ്റ് ആയിട്ടുണ്ട്. ഒരു പോലീസുകാരൻ കുറുകെ വന്ന് കയറിയിട്ട് അങ്ങനെ ഒരു ആക്സിഡൻ്റ് ആയി. അപ്പോൾ ആ സമയത്ത് നമ്മുടെ വണ്ടിയിൽ ലെഫ്റ്റ് സൈഡ്, അതായത് അയാളിങ്ങനെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഇങ്ങനെ റൈറ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഇടാതെ ഇങ്ങനെ കയറി വന്നപ്പോഴാണ് സംഭവിച്ചത്. എന്നിട്ട് ശ്രദ്ധിക്കുക, ഇങ്ങോട്ട് തിരിഞ്ഞ് ബാക്കിലോട്ട് നോക്കുകയും ചെയ്തില്ല. അപ്പോൾ ഇങ്ങനെ കയറിയപ്പം ഈ സൈഡ് ഇടിച്ചിട്ട് മറു സൈഡിലോട്ട് വണ്ടി ചരിഞ്ഞ് വീഴുകയാണ് ചെയ്തത്, വല സൈഡിലോട്ട്. അപ്പം ആ സമയത്ത് നമ്മുടെ ഈ സൈഡ് ഫെയറിങ്ങിനും പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഹാൻഡിലിന് പ്രശ്നം ഉണ്ടായിട്ട്, ഹാൻഡിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആക്കുമ്പം നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഇങ്ങനെ ആക്കുമ്പം ഈ ടാങ്കിൽ കൈ തട്ടും കേട്ടോ. മറു സൈഡ് അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല, മറു സൈഡ് നമുക്ക് കൈ തട്ടൂല. ഈ സൈഡ് അങ്ങനെ നമ്മുടെ കൈ തട്ടണുണ്ടോ, അത് ഈ ഒരു പീസ് ഇങ്ങനെ ബെൻഡുണ്ട് കേട്ടോ. അത് നമുക്ക് ഞാനിത് ഊരം കറക്റ്റായിട്ട് കാണിച്ചു തരാം, അപ്പോഴേ മനസ്സിലാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് ബെൻഡായി. പിന്നെ അത് ഈ ഒരു സ്റ്റേ പോയി, കിറ്റിൻ്റെ സ്റ്റേ ബെൻഡായിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഹാൻഡിലിൻ്റെ അവിടെ വന്ന് തട്ടിയിട്ടാണ് ഈ ഒരു സ്ക്രാച്ച് ഉണ്ടായത്. കണ്ടോ, അതിൻ്റെ ഷെല്ല് മാറാൻ പറ്റും. അതിൻ്റെ വീഡിയോ എന്തായാലും മാറണമുണ്ട്. അത് ലാസ്റ്റ്, അതായത് മൊത്തത്തിൽ ഏറ്റവും അവസാനമുള്ള പണി എന്ന് പറയുന്നത് ആ ഒരു പണി തന്നെ ആയിരിക്കും. ഈ മീറ്ററിൻ്റെ ഈ ഒരു സ്ക്രാച്ച് ഉണ്ട്, അത് ഇതിൽ തട്ടിയതാണ്. അത് ഇത് ബെൻഡായപ്പം ഇതിലും ആ സ്റ്റേ എല്ലാം കൂടെ വളഞ്ഞിട്ട് അങ്ങനെ തട്ടിയതാണ് അതിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ സൈഡ് ഫെയറിങ്, ഫുള്ള് ഹെഡ്ലൈറ്റ്, പിന്നെ ഈ സൈഡ് ഫെയറിങ് എല്ലാം കൂടെയൊക്കെ മാറി വന്നപ്പോൾ ഏകദേശം ഒരു 10,000 രൂപയ്ക്ക് അടുപ്പിച്ചായിട്ട് എനിക്ക് പണി വന്നിട്ട് ആ സമയത്ത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പം ഏറ്റവും അവസാനമായിട്ട് നമ്മൾ മറ്റേ ബെയറിങ് മാറാൻ പോയപ്പോൾ നമ്മുടെ വീഡിയോ വാച്ച് ചെയ്ത് പറഞ്ഞവർക്കറിയാം, ബെയറിങ് മാറാൻ പോയ സമയത്ത് നമ്മൾ ഫുഡ് റെസ്റ്റ് മാറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ കുറേ പണികൾ കാര്യങ്ങളൊക്കെ നമുക്ക് വണ്ടിയിലുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് കണ്ട ഈ സൈഡ് ഇൻഡിക്കേറ്റർ, ആ ഇൻഡിക്കേറ്റർ ഒടിഞ്ഞൊന്നുമില്ല, നല്ല സ്ക്രാച്ച് വീണ്. കണ്ടോ, ഡ്യൂക്കിൻ്റെ ഇൻഡിക്കേറ്ററാണ് ഫ്രണ്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് സ്ക്രാച്ച് വീണ് ഫ്രണ്ട്, പക്ഷേ പക്ക വർക്കിംഗ് ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അത് മാറാതെ വെച്ചിരിക്കുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് എന്തായാലും ഇനി ഹാൻഡിൽ മാറാമെന്ന് ഓർത്ത്. അപ്പോൾ അത് പോയി ഷോറൂമിൽ ചെന്ന് വാങ്ങണം. അത് അവിടെ കൊണ്ടുപോയി അവർ ഒരു 10 മിനിറ്റിൽ മാറിത്തരും. പിന്നെ നമുക്ക് സ്വന്തമായിട്ട് മാറാതൊരു വീഡിയോ ആക്കാമെന്ന് ഓർത്തിട്ടാണ് അങ്ങനെ ചെയ്യണത് കേട്ടോ. അതാണ് സംഭവം. അപ്പോൾ എന്തായാലും നമുക്ക് ഷോറൂമിൽ പോകും, വണ്ടി എടുത്തുകൊണ്ട് നേരെ ഷോറൂമിൽ പോയിട്ട് സാധനം വാങ്ങിക്കൊണ്ട് തിരിച്ച് ഇവിടെ വന്നിട്ട് തന്നെ മാറാം. പിന്നെ മഴയുടെ ചെറിയൊരു സീൻ കിടക്കണം. മഴ പെയ്യുമെന്ന് എന്തായാലും അറിയാൻ പാടില്ല. പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കുറേ മഴ കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും സെറ്റാക്കാം. എന്തായാലും ഷോറൂമിൽ പോയിട്ട് സാധനം വാങ്ങിയിട്ട് നമുക്ക് വന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റാക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും വേറെ ഒന്നും പറയില്ല, നമുക്ക് എന്തായാലും നമ്മുടെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു ചെറിയ വീട്ടിലേക്ക് പോകുന്നുണ്ട്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുന്നു, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, ബെല്ലേക്ക് പിടിച്ചിരിക്കാം. അപ്പോൾ തന്നെ നമ്മൾ അവിടെ നോട്ടിഫിക്കേഷൻ ചെയ്യായിരുന്നു. ഓക്കെ, അങ്ങനെ എന്തായാലും നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് നേരെ ഷോറൂമിൽ പോയിട്ട് അതിന് മുന്നായിട്ട് ജസ്റ്റ് ഒന്ന് നമ്മുടെ വണ്ടി കാണിച്ചു തരാം. 390 കണ്ടുപിടിയിരിക്കുന്നു, അതങ്ങനെ തന്നെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ എന്തായാലും ഇനി അടുത്ത മാസം ഏപ്രിൽ മാസം ഒരു 10-ാം തീയതി റേഞ്ചിന് മുന്നേ മാക്സിമം നമുക്ക് വണ്ടി ഇറക്കാനുള്ള സെറ്റപ്പ് ചെയ്യാം കേട്ടോ. അത് ഇൻഷുറൻസ് പെൻഡിങ് ആയതുകൊണ്ട് വണ്ടി എടുത്ത് ഓടണ്ട എന്ന് ഓർത്തിട്ട്, പിന്നെ ഇവിടെ ഇരുന്ന് കച്ചട ആവണ്ടെന്ന് ഓർത്തിട്ടാണ് വണ്ടി എടുത്ത് അവിടെ വെച്ചേട്ടാ. അത് ഞാൻ നേരത്തെ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഷോറൂമിലോട്ട് വിടാം. വണ്ടി 34,000 കിലോമീറ്റർ ആയേട്ടാ. ഓക്കെ, പിന്നെ ഈ സാധനങ്ങളൊക്കെ മാറണം. അതായത് ഇപ്പോൾ കുറേശ്ശെ മാറണം. നേരത്തെ അതായത് ഈ ബെൻഡ് ആയിരുന്നാലും സാധനം വേറെ കുഴപ്പമൊന്നുമില്ല, ബെൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഈ തട്ടുന്ന കയ്യിൽ തട്ടണം. അപ്പോൾ അത്രയും ദിവസം വെച്ച് സഹിച്ച് വെച്ച് ഓടിക്കൊണ്ടിരുന്നു. അതുപോലെ തന്നെ ഫുഡ് റെസ്റ്റും സാധനം ഒടിഞ്ഞു പോയിട്ടില്ലായിരുന്നു. ഒടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അപ്പോഴും തന്നെ മാറിയാനെ. പിന്നെ വളഞ്ഞ് ഫുഡ് റെസ്റ്റ് അങ്ങനെ ഇരുന്നത് കൊണ്ടാണ് അപ്പോഴും ആ സമയത്ത് മാറായിരുന്നു കേട്ടോ. ഇപ്പോൾ എന്തായാലും വേറെ സീനൊന്നുമില്ല, കുറേശ്ശെ ഓരോന്നായിട്ട് ഇങ്ങനെ മാറി പറഞ്ഞ കേട്ടോ. അതാണ് സെറ്റപ്പ്. അപ്പോൾ എന്തായാലും മീറ്ററിൻ്റെ ഷെല്ല് കിട്ടുമെന്ന് പറയുന്ന കേട്ടോ. ഈ ഒരു ഷെല്ല് വന്നിട്ട് വാങ്ങാൻ കിട്ടുമെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ സാധനം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അതെന്തായാലും അതും കൂടെ മാറാനുള്ള സെറ്റപ്പ് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ എന്തായാലും ചെയ്യാം. വേറെ വീഡിയോ ഒന്നും കണ്ടിട്ടില്ലാന്ന് തോന്നുന്നു, മീറ്ററിൻ്റെ ഈ ഷെല്ല് മാറണ എന്താ ഞാൻ കണ്ടിട്ടില്ല, ഞാൻ തപ്പി നോക്കിയിട്ട് കിട്ടിയതുമില്ല കേട്ടോ. അപ്പോൾ ഈ മീറ്ററിൻ്റെ ഷെല്ല് കിട്ടുമെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് എന്തായാലും അതിൻ്റെ വീഡിയോ എന്തായാലും നമുക്ക് സെറ്റാക്കാം. പക്ഷെ അത് ആ ഒരു മീറ്ററിൻ്റെ ആ ഒരു ഷെല്ല് മാറുമ്പോൾ തന്നെ മൊത്തം കിറ്റ് പൊളിക്കണം. അതാണ് വലിയൊരു പണിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫുള്ള് കിറ്റ് പൊളിക്കണം. കിറ്റ് പൊളിച്ചിട്ട് നമുക്ക് ഫ്രണ്ട് ആ ഫെയറിങ്ങും ഇത് ഈ ഒരു ഹെഡ്ലൈറ്റ് ഫെയറിംഗ് ഒക്കെ അഴിച്ച് മാറ്റിയതിന് ശേഷം ഹെഡ്ലൈറ്റ് എടുക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് അതിന് ശേഷം ഈ മീറ്റർ അഴിച്ച് മാറ്റണം, ഹെഡ്ലൈറ്റ് എടുത്ത് മാറ്റിയതിന് ശേഷം. കാരണം ഹെഡ്ലൈറ്റിൻ്റെ ആ ഒരു സൈഡിൽ നിന്നാണ് എൻ്റെ നെറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞ കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്തായാലും സെറ്റാക്കണം. നമുക്ക് നേരെ എന്തായാലും ഷോറൂമിൽ വിട്ടിട്ട് അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ഓക്കെ, അയ്യോ പോയി. ഹെൽമെറ്റ് എവിടെ? എനിക്ക് ബോസെണ്ണ അവിടെ ഇരിക്കണോ? എനിക്കിതിൻ്റെ ഒരു മറ്റേ ഹാൻഡിൽ വേണമായിരുന്നു. ഓ, ഇതിൻ്റെ ഹാൻഡിൽ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓ, ഓക്കെ.
ഇതാശം അവിടുത്തെ സ്റ്റാഫാണ് കേട്ടോ. അവർ ഷോറൂമിൽ പോയിട്ട് തിരിച്ചു പോണത്. ഷോറൂം അപ്പുറത്തും സർവീസ് സെൻറ്റർ തൊട്ട് ഇപ്പുറത്ത് പോകണം കേട്ടോ. ഞാൻ നേരത്തെ വാച്ച് ചെയ്ത് പറഞ്ഞവർക്കറിയാം നമ്മുടെ ഈ ഷോറൂമിൻ്റെ സെറ്റപ്പ്. ഓക്കെ, എന്തായാലും നമ്മൾ സർവീസ് സെൻറ്ററിൽ എത്തി ഗൈസ്. ബോസ്, എവിടെ? ഓ ഓഫ് വായിക്കോട്ട് ഗൈസ്. അപ്പോൾ എന്തായാലും വണ്ടിയിൽ ഇനി ശരിയാക്കി സെറ്റപ്പ് ചെയ്യാം കേട്ടോ. സാധനം ഒരു 10 മിനിറ്റിൻ്റെ കേസേ ഉള്ളൂ. പക്ഷേ എന്താ പറയും, നമുക്ക് തന്നെ മാറാം. ജസ്റ്റ് അത് മാത്രമേ ഉള്ളൂ പണി. വണ്ടി എന്നിട്ടൊന്ന് കഴുകണം. ഒരാഴ്ചയായി. ഇങ്ങോട്ടോ എത്ര രൂപ ഇത്? 523. അപ്പം ഓക്കെ, ഗൂഗിൾ പേ ചെയ്യാം. പോട്ടോ. മറ്റേ അത് എനിക്ക് മീറ്ററിൻ്റെ ഷെല്ല്, മീറ്ററിൻ്റെ ഷെല്ല് ഉടൻ വരുമോ? കുറേ നാളായല്ല. ഞാൻ ചുമ്മാ ഇനി വീട്ടിൽ പോയി സെറ്റ് ചെയ്യണം. വീഡിയോ എടുക്കണ്ടേ എനിക്ക്? പോട്ടാ. അതിൻ്റെ അന്ന് വീണത് ഞാൻ ബെൻഡ് അങ്ങനെ ചോടിക്കൊണ്ടിരുന്നത്. അത് പക്ഷേ ഹാൻഡിലേ സഹോദര, ഹാൻഡിൽ ഇവിടെ തട്ടണം. അപ്പം ഞാൻ പിന്നെ തൽക്കാലം വച്ചിരുന്നു. ഇപ്പം എന്തായാലും മാറാമെന്ന് ഓർത്ത് അങ്ങനെ. ഇത് ലെഫ്റ്റ് സൈഡ് തന്നെ. ഓക്കെ തന്നെ. പോട്ടോ പൈസ. അപ്പം സാധനം വാങ്ങി കേട്ടോ. നമ്മളെന്തായാലും ഇനി ഇവിടെ നിന്ന് ചെറിക്കേണ്ട പരിപാടിയാണ്. ഓ ഓക്കെ, സെറ്റ്. ഓഹ്, MD തീ സാധനമില്ലേ? V3ക്ക് മുന്നേ MD ഇറങ്ങിയിരുന്നെങ്കിൽ, ഒരുമിച്ച് ഇറങ്ങിയിരുന്നെങ്കിൽ എന്തോ വെച്ചാലും MD എടുക്കുമായിരുന്നുള്ളൂ കേട്ടോ. എനിക്ക് നേക്കഡ് വണ്ടി ഭയങ്കര ഇഷ്ടമാണ്. സൈക്കിൾ കണക്ക് ഇരിക്കുന്നു. അതും ബാക്ക് ടെയിൽ റേഡിയൊക്കെ പൊളിച്ച് മാറ്റിയിട്ട് വണ്ടി എടുത്ത് വെച്ചിട്ട് നോക്കുമ്പോൾ തീ സാധനം കേട്ടോ. MD നൈസ്. അതും BS4 ആ സമയത്തുള്ള വണ്ടിയൊക്കെ എടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി എന്തായാലും നമ്മുടെ V3 തന്നെ ഗൈസ്. അപ്പോൾ എന്തായാലും സാധനം വാങ്ങി കേട്ടോ. ഇനി എന്തായാലും അതിനെ കൊണ്ട് നമുക്ക് സെറ്റ് ചെയ്യാനുള്ള സെറ്റപ്പ് ചെയ്യാം. മഴയൊക്കെ പോയി കേട്ടോ, പ്ലച്ചനെ വെയിലൊക്കെ ആയി. അതാണ് സെറ്റപ്പ്. അപ്പോൾ എന്തായാലും നമുക്കിനി നേരെ വീട്ടിലോട്ട് പോകാം കേട്ടോ. പക്ഷേ അങ്ങനെ വീട്ടിലൊക്കെ വന്ന് ഫുഡ് കഴിച്ചിട്ടാണ് പിന്നെ വീണ്ടും എന്തെങ്കിലും പരിപാടി തുടങ്ങണം കേട്ടോ. വണ്ടി എന്തായാലും നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ അതിന് മുന്നായിട്ട് ഈ സ്പെയർ വന്നിട്ട് ഏകദേശം 500, ഞാൻ പറഞ്ഞില്ല 523 രൂപയായി. അപ്പോൾ അത് ഓവർ പ്രൈസ് ആണോ എന്നൊരു ഡൗട്ടല്ല, ഓവർ പ്രൈസ് തന്നെ. ഈ ഒരു പീസിന് വന്നിട്ട് അപ്പോൾ 2 പീസ് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ കണ്ടോ, ഈ ഒരു പീസിന് വന്നിട്ട് കവറെടുത്ത് കളയാം. പിന്നെ ഈ ഒരു പീസ് വന്നിട്ട് നമ്മുടെ ലെഫ്റ്റ് സൈഡ് പീസ്. അപ്പോൾ ഈ ഒരു പീസിനാണ് ബെൻഡ്. ഇത് ഇവിടെ നിന്ന് ഈ പൈപ്പ് കണക്ക് പറഞ്ഞാൽ ഈ ഒരു പീസിനാണ് ബെൻഡ് കേട്ടോ. ചെറിയൊരു സീൻ. അപ്പോൾ ഞാൻ എന്തെങ്കിലും അഴിക്കുമ്പം അത് കറക്റ്റായിട്ട് കാണിച്ചു തരാം, എന്നാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ 2 കൂടെ കംപ്ലൈൻ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 1000 രൂപയാവും കേട്ടോ. 1050 രൂപയാവും. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എന്തായാലും ഞാൻ ഇതിൻ്റെ മൊബൈൽ ഹോൾഡർ എന്തായാലും ഇളക്കി വിട്ടിട്ടുണ്ട് കേട്ടോ. അതായത് എൻ്റെ ഹോൾഡർ കണ്ടുപിടിക്കും. അപ്പോൾ അതിനെ ഇളക്കി വിട്ടിട്ടുണ്ട്, നമുക്ക് എളുപ്പം പണി ചെയ്യാൻ എളുപ്പമായിട്ട്. അപ്പോൾ എന്തായാലും ഇത് അഴിച്ചിട്ട് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, നമ്മുടെ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള ടൂൾ ബോക്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇതൊന്ന് അഴിച്ച് സെറ്റാകട്ടെ. ഓക്കെ, നമ്മൾ വണ്ടി വാങ്ങിയ സമയത്തുണ്ടായിരുന്ന ഒരു ജപമാല കേട്ടോ. ഓക്കെ, അതെല്ലാം എല്ലാ ആഴ്ച മാറ്റിയിട്ട് വീണ്ടും ഒന്നേന്ന് പഴയതുപോലെ സെറ്റാക്കി വയ്ക്കാം. ഇപ്പോൾ അങ്ങനെ നമുക്ക് ആവശ്യമുള്ള 2 അലാങ്ങി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് ഒന്ന് അഴിക്കട്ടെ. പിന്നെ ടാസ്ക്കാ, ഒറ്റയ്ക്ക് ക്യാമറയും പിടിച്ച് 1 ടാസ്ക്കാണ് കേട്ടോ. ഇത്രയും നീളമുള്ള ഒരു നെറ്റ് എന്തായാലും കിട്ടി, അതിവിടെ ഇരുന്നു കേട്ടോ. ഓക്കെ, അടുത്ത് 2 നെറ്റ് അല്ലെങ്കിൽ നെറ്റിലാണ് എടുത്തു വരിക്കുന്നത് കേട്ടോ. ഓക്കെ, അതും അഴിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നു. എന്നിട്ട് ജസ്റ്റ് ഒന്നിത് അനക്കി കഴിഞ്ഞാൽ സാധനം സിമ്പിളായിട്ട് ഊരി വരുന്നു. ഈ സാധനം സിമ്പിളായിട്ട് സാധനം ഊരിയെടുത്ത്. ഓക്കെ, ഇനി ഇതിനകത്തുള്ള എല്ലാം അഴിച്ച് എടുക്കട്ടെ കേട്ടോ. ഈ സാധനങ്ങളൊക്കെ ഒന്ന് അഴിച്ചെടുക്കട്ടെ. അല്ലാതെ ക്യാമറ മാത്രം ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്ന വലിയ ടാസ്ക്കാണ് കേട്ടോ. ഓക്കെ, 3 വർഷം പഴക്കം.
പക്ഷേ അങ്ങനെ വൺ ടാസ്ക് ആയിരുന്നു കേട്ടോ ഈ ഒരു സാധനം ഹാൻഡിലിൻ്റെ ഈ ഒരു ഗ്രിപ്പ് ഇളക്കിയെടുക്കാനായിട്ട്. അപ്പം നമ്മൾ കുറച്ച് ഡീസൽ, അതായത് മറ്റേ നമ്മൾ ചെയിൻ ക്ലീൻ ചെയ്യാൻ വെച്ചിരുന്ന ഡീസൽ എടുത്തതിനകത്ത് ജസ്റ്റ് ഈ ഒരു സ്ക്രൂ ഡ്രൈവറൊക്കെ വെച്ച് കിണ്ടി പറക്കി കഷ്ടപ്പെട്ടാണ് എടുത്തത്. നല്ല ടൈറ്റായിട്ടാണ് ഈ സാധനം ഇതിലിരിക്കുന്നത്. കണ്ട ഡീസലൊക്കെ ഒഴിച്ച് അങ്ങനെ സിമ്പിളായിട്ട് ഊരിയെടുത്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതെല്ലാം ലൂസാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്തായാലും നമുക്ക് നൈസായിട്ട് തന്നെ ഇളക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ഹാൻഡിൽ നിന്ന് ഫുൾ ഇളക്കി കേട്ടോ. അത് ഈ പഴയത് ജസ്റ്റ് പുതിയത് കൂടെ വച്ച് കാണിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ബെൻഡ് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. കണ്ടോ ഇത്രയും വ്യത്യാസം കിടക്കണം. കണ്ടോ രണ്ടും ഒരുമിച്ച് വയ്ക്കുമ്പോഴുള്ള വ്യത്യാസം കണ്ടോ ഇതിവിടം വെച്ചിട്ട് ബെൻഡായിപ്പോയി ഈ ഒരു പീസ് വന്നിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെന്തായാലും മാറ്റിയത്. പിന്നെ എന്തായാലും നമ്മളിനി പുതിയത് വെച്ച് സെറ്റ് ചെയ്യാൻ പോകാം കേട്ടോ. ഓക്കെ, ഇപ്പം ഇത് നമ്മൾ ഇച്ചിരി കഷ്ടപ്പെട്ടത് ഇത് ഈ ഒരു ഗ്രിപ്പ് മാത്രമാണ്. ആ ഗ്രിപ്പിൽ നമ്മൾ ചെയ്തത് ഇനി ഇതിനകത്തുള്ള ഡീസലൊക്കെ തുടച്ചളഞ്ഞ് എന്നിട്ട് ഇനി ഒന്നേന്ന് ഇതിലെടുത്ത് കയറ്റി ഫുള്ള് സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, കയ്യിലൊക്കെ കണ്ട ഫുള്ള് കച്ചട. പൈസ അങ്ങനെ ഓൾ സെറ്റാക്കി നമ്മുടെ ഹാൻഡിൽ ഫുള്ള് സെറ്റാക്കി കേട്ടോ. അടിപൊളിയാക്കിയിട്ട് ഫുള്ള് ടൈറ്റ് ചെയ്തൊക്കെ വെച്ച് ഇനി ഈ സാധനം മാത്രം നമ്മൾ ഹോൾഡർ മാത്രം വെച്ചാൽ മതി. പിന്നെ ചെറിയൊരു പണി കിട്ടിയത് ഇതിനകത്തിരുന്ന ഈ ഹാൻഡിൽ വെയ്റ്റിൻ്റെ ആ ഒരു ഹാൻഡിൽ വെയ്റ്റ് ടൈറ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുന്ന സാധനം അതിനകത്ത് കുടുങ്ങിപ്പോയി കേട്ടോ. പിന്നെ അവസാനം ഈ സാധനത്തിനെ കണ്ടിട്ട് തട്ടി എടുത്ത് എങ്ങനെയോ സാധനം എടുത്ത് നൈസായിട്ട് എടുത്ത് വെച്ചേട്ടാ. ഇനി ഇതിനെ അത് ഈ സാധനത്തിനകത്തോട്ട് കയറ്റി ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മാത്രം കൊടുത്താൽ മതി. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ സൈഡിലുള്ള ഈ ഒരു റിങ് കണക്കുള്ള സാധനം ഇങ്ങനെ വികസിക്കും. അങ്ങനെയാണ് ഇത് ടൈറ്റ് ആവണമെന്ന് തോന്നുന്നു. പക്ഷേ ഈ ഹാൻഡിൽ വെയിറ്റ് ഉണ്ടല്ലോ, 1-2 പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രോ ഇത് മാറ്റി ഇതിൻ്റെ പെയിൻ്റൊക്കെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇത് മാറ്റാൻ 10-30 രൂപയ്ക്കകത്തേ ഉള്ളൂ എന്ന് തോന്നുന്നു. പക്ഷേ ഞാൻ മാറ്റാതെ വെച്ചിരിക്കുന്നത് ഈ സാധനം വീണ്ടും 1 മാസത്തിനകത്ത് തന്നെ വീണ്ടും പഴയ കണക്കാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് 1-2 മാസത്തിനകത്ത് തന്നെ വീണ്ടും പഴയ കണക്ക് ഇതേപോലെ തന്നെ വീണ്ടും ആവും. അപ്പോൾ അതുകൊണ്ട് ചുമ്മാ മാറ്റി വെച്ചിട്ടൊരു കാര്യമില്ല. എന്തായാലും ഇത് തന്നെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇത് തന്നെ വെച്ചിരിക്കുന്നത്. ഇനി ഇതുകൂടെ ടൈറ്റ് ചെയ്യാനുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ടൈറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ പൈസ അങ്ങനെ വണ്ടി ഫുള്ള് സെറ്റാക്കി, ഈ ഹോൾഡറും സെറ്റ് ചെയ്ത് ഹാൻഡിൽ വെയിറ്റും സെറ്റാക്കി ഓൾ സെറ്റാക്കി കേട്ടോ. ഇനി എന്തായാലും ഇവിടെ തട്ടുമെന്നുള്ള പേടി വേണ്ട, നമുക്ക് നൈസായിട്ട് തന്നെ പോകാം കേട്ടോ. പെട്ടെന്ന് വളയ്ക്കുന്ന സമയത്തൊക്കെ പെട്ടെന്ന് ഇവിടെ തട്ടി ഉള്ളൊരു ഇറിറ്റേഷനൊക്കെ ഫീൽ ചെയ്ത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അത് മാറിയത് കുറച്ച് ദിവസം വെച്ച് ഓടിക്കൊണ്ടിരുന്ന ആ ബെൻഡായ സാധനം വെച്ചിട്ട് ഇനി എന്തായാലും കുഴപ്പമൊന്നുമില്ല. ഇനിയുള്ള ഒരേ ഒരു പണി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ ഒരു സ്ക്രാച്ചാണ് കേട്ടോ. അപ്പം ആ ഒരു ഷെല്ല് എന്തായാലും മാറാം. മീറ്റർ മാറില്ല, കാരണം മീറ്റർ നമ്മൾ വെച്ച് നൈസായിട്ട് വെച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന മീറ്ററാണ്. മീറ്ററിന് ഒരു കുഴപ്പമില്ല. അപ്പം എന്തായാലും ഇത്രയൊക്കെയുള്ള പരിപാടി വെച്ചിട്ടുണ്ടെങ്കിൽ ചുമ്മാ വീഡിയോ എന്തായാലും ചെയ്യാമെന്ന് പറഞ്ഞ് ഇനി എന്തായാലും വണ്ടി ഒന്ന് കഴുകണം. അതിന് നാളെ കഴുകാം, ഇന്നിനെ വയ്യാട്ടോ. അപ്പോൾ എന്തായാലും വേറെ ഒന്നും പറയില്ല, നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം കേട്ടോ. ഒരുപാട് സപ്പോർട്ടിന് ഒരുപാട് സന്തോഷം. എന്തായാലും അടുത്തൊരു കിട്ടിലും വീഡിയോ ആയിട്ട് കാണാം. ഇതെന്തായാലും ജസ്റ്റ് നമുക്ക് ചുമ്മാ ചെയ്യാമെന്ന് ഓർത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് ഓർത്ത് അവിടെ കൊണ്ടുപോയി ഒരു 10 മിനിറ്റിൻ്റെ ദിവസമുള്ളവർ റെഡി ആയി തരുമായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ തന്നെ സെറ്റ് ചെയ്തത് കേട്ടോ. അത്രയേ ഉള്ളൂ പരിപാടി വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എന്തായാലും വേറെ ഒന്നും പറയില്ല, നമ്മുടെ 390 ഇതുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് കൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്തായാലും അത് ഉടനെ തന്നെ അത് ഇറക്കാം, നമുക്ക് ഫുള്ള് സെറ്റാക്കാം, പവറാക്കാം. അപ്പോൾ എന്തായാലും ഒരുപാട് സപ്പോർട്ടിന് ഒരുപാട് സന്തോഷം. ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.